ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. എടാ, നമ്മൾ സിലബസിലോട്ട് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ജൂൺ 27-ാം തീയതിയാണ് നമ്മുടെ ഓവർസിയർ ഫസ്റ്റ് ഇയർ എക്സാം. ഓക്കെ, ഇതിലിപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ഡിപ്ലോമ കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച്, അല്ലെങ്കിൽ PSCയിൽ തന്നെ ഇപ്പോഴും വരുന്ന കാലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ലൊരു കോമ്പറ്റീഷനാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ PSC എക്സാംസൊക്കെ നടക്കുന്നത്. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവിനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ഇത്രയൊരു ദിവസം കൊണ്ട് എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്നും എന്തുമാത്രം പോർഷൻ കവർ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് വിലയിരുത്തണം. ഓക്കെ, കാരണം ഇന്നിപ്പോൾ ഏപ്രിൽ പകുതിയാവാറായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. സോ ഇനിയെങ്കിലും പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക, റിവൈസ് ചെയ്യുക. റിവൈസാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നമ്മളത് ഉറപ്പായിട്ടും മനുഷ്യരാണ്, എല്ലാവരും മറന്നു പോകും. സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് കറക്റ്റ് പീരീഡിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ആരും ഡീമോട്ടിവേറ്റ് ആയി പോകരുത്. ഓക്കെ, ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇത് ബിടെക്കുകാരും എഴുതുന്ന എക്സാം അല്ലേ, ഞാനെങ്ങനെ ഇത് ക്രാക്ക് ചെയ്തെടുക്കും, പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. നിങ്ങൾ വാശിയോടെ പഠിക്കണം. വാശിയോടെ പഠിച്ചാൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഈ 2025 ഈ ഒരു ജൂൺ മുതൽ നടക്കുന്ന എക്സാമുകളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വേക്കൻസി വരുന്നത് തന്നെയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി 1-2 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതുപോലൊരു വേക്കൻസി വരണമെങ്കിൽ. ഓക്കെ, പിന്നെ മിക്ക കുട്ടികൾ പല PSC ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിലുള്ള നോട്ട് കൊണ്ട് അവർക്ക് തന്നെ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചാൽ ഇത്രയൊരു സമയത്തിനുള്ളിൽ പഠിച്ച് തീർത്താൽ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെക്കാളും 2-3 വർഷങ്ങൾ കൊണ്ട് PSC എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരുണ്ട്, അവരോടൊക്കെ ഞാൻ എങ്ങനെ പിടിച്ചു നോക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഏത് PSC കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചാലും എങ്ങനത്തെ വീഡിയോ കണ്ട് പഠിച്ചാലും നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം എഫോർട്ട് എടുക്കുന്നു, നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നു, ഇതൊക്കെ അനുസരിച്ചിട്ടിരിക്കും മക്കളെ നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, സോ എല്ലാവരും ഇപ്പം വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ബിടെക്കിനായാലും ഡിപ്ലോമയ്ക്കായാലും പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവാൻ വേണ്ടി ഇരുന്ന് പഠിച്ചെടുക്കും. പരീക്ഷയുടെ തലേദിവസം ആയാലും കുത്തിയിരുന്ന് പഠിച്ചെടുക്കും. ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു ആക്രാന്തം ഈ ഒരു PSC പരീക്ഷയ്ക്കും നമ്മൾ കാണിക്കണം. ഇതും നമുക്കുള്ളതാണ്, നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം എന്നൊരു വാശി നമുക്ക് ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഓവർസിയർ ഫസ്റ്റ് ഇയർ എക്സാമാണ് ഈ ജൂൺ 27-ാം തീയതി നടക്കുന്നത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഓരോ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ബിടെക്കുകാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഈ തിയറി കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പഠിച്ചിട്ട് ഒരിക്കലും എനിക്ക് ഓർമ്മയിരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പിള്ളേരുണ്ടാവും. ഇവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ +2 പഠിക്കുന്നതായാലും ബിടെക് പഠിച്ചതായാലും ഡിപ്ലോമ പഠിച്ചതായാലും നിങ്ങൾ പുതിയൊരു കാര്യം പോയി ഇരുന്ന് പഠിച്ച് ആ വലിയൊരു എക്സാം കുറേ ആളുകളുടെ കൂടെ ഇരുന്ന് എഴുതി പാസ്സായി വന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് PSCയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അറിയായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ മാക്സിമം എഫോർട്ട് കൊടുത്ത് മനസ്സിലാക്കി പഠിച്ച് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് എനിക്കുള്ളതല്ല, ഇത് ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. ചിലപ്പോൾ അതിൽ നിങ്ങളിങ്ങനെ മാറ്റി വയ്ക്കുന്ന കാര്യത്തിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് വരുന്നത്. ഓക്കെ, .something മാർക്കിൽ നിന്ന് ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റാങ്ക് കുറേ താഴെ പോകും. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് കുറേ എഫോർട്ട് എടുക്കണം. നമ്മളിപ്പോൾ നല്ലൊരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയാലും അവിടെ നമ്മൾ മാത്രമല്ല പഠിക്കാൻ വരുന്നത്, കുറേ പിള്ളേരുണ്ടാവും. സോ ആ ഒരു ലെവലിൽ അത്രയും PSC സെൻറ്ററിൽ നിന്ന് തരുന്ന കോച്ചിങ് അനുസരിച്ച് അവിടെയുള്ള എല്ലാ കുട്ടികളും പഠിക്കുമ്പോൾ അതിനേക്കാളും ഒരുപടി മുന്നേ ആവണമെങ്കിൽ നമ്മൾ വീണ്ടും കുറേ എഫോർട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ലൈനിൽ തന്നെ നിന്ന് പോകും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ജോലി കിട്ടണമെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ കൂടുതൽ എഫോർട്ട് എടുത്ത് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഒരുപടി മുന്നിൽ കൂടുതൽ എഫോർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ.
സോ ആരും ഡിമോട്ടിവേറ്റ് ആവരുത്, നല്ല രീതിയിൽ പഠിക്കണം, നിങ്ങൾക്കുള്ളതാണിത്. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി റിവൈസ് ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക, നിങ്ങൾക്ക് ഇനിയും ദിവസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിൻ്റെ വീഡിയോയിലേക്ക് പോകാം. സിലബസ് നിങ്ങൾ PSCയുടെ സൈറ്റിലുള്ള അവരിറക്കിയ ഒഫീഷ്യൽ സിലബസ് നിങ്ങളെല്ലാവരും വായിച്ച് നോക്കണം. ഞാൻ എന്നിട്ട് പറയുന്നത് മെയിനായിട്ടുള്ള ഹെഡിങ്സ് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാക്കിയുള്ള സബ് ടോപ്പിക്സ് നിങ്ങൾ ആ ഒരു സിലബസിൽ തന്നെ വായിച്ച് നോക്കണം. ആ ഒരു വലുതായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു സിലബസിനെ പെട്ടെന്നൊരു ചുരുക്ക രൂപത്തിൽ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് PSCയുടെ സൈറ്റിലുള്ള സിലബസ് വായിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കടാ, ആദ്യം നമുക്ക് സർവേ ഇപ്പം ഈ ഒരു PSCയുടെ സിലബസ് അനുസരിച്ച് സർവേക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സർവേയിൽ നിന്നായിട്ട് സർവേനെ അവർ 2 മൊഡ്യൂളാക്കിയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 2 മൊഡ്യൂളുകളുമായിട്ട് 20 മാർക്കിനാണ് സർവേയിൽ നിന്ന് ഉള്ളത്. ഓക്കെ, സർവേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് സിലബസിൽ. ഓക്കെ, ബേസിക് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ദെൻ ചെയിൻ ആൻഡ് ടേപ്പ് ഉണ്ട്. ദെൻ പ്ലെയിൻ ടേബിൾ സർവേയിങ്, കോമ്പോസ് സർവേയിങ്, ലെവലിംഗ്, കോണ്ടൂറിങ്. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം തന്നെ സർവേ 1 ദെൻ സർവേ 2 മോഡ്യൂളോട്ട് വന്നു കഴിഞ്ഞാൽ തിയോഡലൈറ്റ് ഉണ്ട്. ദെൻ ടാക്യോമെട്രി ഉണ്ട്, കർവ്സ് ഉണ്ട്, മോഡേൺ ഇൻസ്ട്രുമെൻ്റ് എല്ലാവരും GPS, GIS പോലുള്ള എല്ലാ മോഡേൺ ഇൻസ്ട്രുമെൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ അടുത്ത മൊഡ്യൂളാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഓക്കെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ നമുക്ക് 10 മാർക്കിന് എല്ലാ മൊഡ്യൂളിലും 10 മാർക്ക് തന്നെയാണുള്ളത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുമ്പോൾ നമുക്കറിയാം സ്റ്റോൺ ഉണ്ട്, ബ്രിക്ക് ഉണ്ട്, ടിമ്പർ ഉണ്ട്, മോർട്ടാർ ഉണ്ട്, സിമൻ്റ് ഉണ്ട്, അഗ്രിഗേറ്റ് ഉണ്ട്, സിമൻറ്റ് കോൺക്രീറ്റ് ഉണ്ട്, സെറാമിക്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ഓക്കെ, സാധാരണ ഓവർസിയർ ലെവൽ എക്സാമിനുള്ള എല്ലാ ടോപ്പിക്സും തന്നെ കവറായിട്ടുണ്ട്. ഇതിൽ ടിമ്പർ, സ്റ്റോണ്, സിമൻറ്റ്, ബ്രിക്ക്, സിമൻറ്റ്, കോൺക്രീറ്റ് ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സാണ്. എല്ലാം ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ തന്നെയാണ്. സോ എന്നാലും ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ദെൻ മെറ്റൽസും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നിന്നും 10 മാർക്കിന് തന്നെയാണ് സിലബസ് പ്രകാരം ഉള്ളത്. അതിൽ വരുന്നതാണ് മേസൺട്രി ഉണ്ട്, ദെൻ ഡോർസ് ആൻഡ് വിൻഡോസ്, DPC, ആർച്ച്, ലിൻഡൽ, ദെൻ ഫോം വർക്ക്, സ്റ്റെയർ, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ, പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റ് ആക്ച്വലി RCCയിൽ വരുന്നതാണ്. PSCയുടെ ഇപ്പോൾ ഈ ഒരു സിലബസിൽ RCC എന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. RCCയിലുള്ള ഈ ഒരു സബ്ജക്റ്റ്, അതായത് പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റ് ഇവർ കൺസ്ട്രക്ഷനിൽ കൂടെ ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ആ പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റ് നോക്കുക. ദെൻ റൂഫ് ഉണ്ട്, സ്കഫോൾഡിങ്, ഷോറിങ് ആൻഡ് അണ്ടർ പെയിൻറ്റിംഗ് ഉണ്ട്, സീലിംഗ് ഉണ്ട്, പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിംഗ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഇതിൽ മേസൺറി എന്ന് പറയുമ്പോൾ എല്ലാം വരും. ബ്രിക്ക് മേസൺറി വരും, സ്റ്റോൺ മേസൺറി വരും, ദെൻ ഹോളോ ബ്രിക്ക് മേസൺറി വരും. സോ അതെല്ലാം ഒന്ന് നോക്കുക. ദെൻ അടുത്തതാണ് തിയറി ഓഫ് സ്ട്രക്ചർ. ഓക്കെ, തിയറി ഓഫ് സ്ട്രക്ചറും 10 മാർക്കിന് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്കറിയാം ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ്, ദെൻ സെൻട്രോയിഡ്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ബീംസ് ആൻഡ് ബെൻഡിങ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ടോർഷനുണ്ട്, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഇതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുക, അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് എല്ലാം ഒക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ, അതിൻ്റെ ടൈപ്സ് ഉണ്ട്, എസ്റ്റിമേഷൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്, അത് നോക്കി വെച്ചിരിക്കുക. ദെൻ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ്, ദെൻ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ, അതിൽ തന്നെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ അനലൈസിസ് ഓഫ് റേറ്റ്, ദെൻ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ, ബാർ ബെൻഡിങ് ഷെഡ്യൂൾ, വാല്യുവേഷൻ. ഇത്രയാണ് എസ്റ്റിമേഷനുള്ളത്. വാല്യുവേഷനും നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം വാല്യുവേഷനിൽ നിന്ന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ വാല്യുവേഷനും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ദെൻ അടുത്തതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗും 10 മാർക്കിന് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് നോക്കാം മെത്തേഡ് ആൻഡ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, മെത്തേഡ് ആൻഡ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ്, ദെൻ ക്രോപ്സ്, ഡൈവേർഷൻ, ഹെഡ് വർക്ക്, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, റെയിൻഫാൾ, ഇവാപ്പറേഷൻ, റൺ ഓഫ്, റിവർ ഗേജിങ്, ഫ്ലഡ് ഡിസ്ചാർജ്. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം ഇറിഗേഷൻ ഉള്ളതാണ്. ഓക്കെ, ദെൻ അടുത്താണ്ട ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നോക്കാം. അതിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് സോയിൽ, 3 ഫേസ് ഡയഗ്രാം ഉണ്ട്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, കോമ്പാക്ഷൻ, പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, എഫക്റ്റീവ് സ്ട്രെസ്, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഫൗണ്ടേഷൻ. ഓക്കെ, നിങ്ങൾ എല്ലാം കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഓവർസിയർ ലെവൽ എക്സാം ആയതുകൊണ്ട് ഈ GT നിന്നൊക്കെ AE ലെവലിലോട്ടുള്ള
ആ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഓവർസിയർ ലെവലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഹൈവേ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, ഹൈവേ എഞ്ചിനീയറിംഗിൽ ഹിസ്റ്ററി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്, ദെൻ ഹൈവേ ജിയോമെട്രിക്കൽ ഡിസൈൻ, ട്രാഫിക് എഞ്ചിനീയറിംഗ്, കർവ് നമുക്ക് ഇതിലും വരുന്നുണ്ട്, സർവേയിലും വരുന്നുണ്ട്. സോ അത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് ഉണ്ട്, ടണലുണ്ട്, എയർപോർട്ടുണ്ട്. ദെൻ റെയിൽവേ എഞ്ചിനീയറിംഗ് കൊണ്ട് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിലുള്ള കമ്പണൻസ് ഓഫ് പെർമനൻറ്റ് വേ, ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റിങ്സ് ഉണ്ട്, സ്റ്റേഷൻ യാർഡ്, സിഗ്നൽസ്. ഓക്കെ, റെയിൽവേയിൽ നിങ്ങൾ ഇത്തരം ടോപ്പിക്സ് മെയിൻ ഞാൻ എൻ്റെ ഹെഡിങ് പോലെയാണ് പറഞ്ഞു. സോ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്ബായിട്ടുള്ള എല്ലാ ടോപ്പിക്സും PSC സിലബസിൽ കാണാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്തതാണ് ലാസ്റ്റത്താണ് എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, എൻവിയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഡിമാൻഡ്. ഓക്കെ, വാട്ടർ ഡിമാൻഡ്, ദെൻ സോഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഇൻടേക്ക് വർക്ക്സ്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അപ്പർട്ടനൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻറ്റ്, yield from well, sanitary engineering, definition and terms, then characteristic of sewage, treatment of sewage, sewer appurtenances, sanitary fittings. ഓക്കെ, ഇത്രയാണ് എൻവിയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിന് വരുന്നത്. ഓക്കെ, അപ്പം എല്ലാ മെയിനായിട്ടുള്ള പ്രധാനമായിട്ട് സ്ഥിരം ചോദിച്ചു വരുന്നത് എല്ലാ ടോപ്പിക്സും PSC ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് PSC പുതിയ ചോദ്യങ്ങളൊക്കെ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കൊണ്ടുവരുന്നതാണ്. സോ നിങ്ങൾ കോൺസെപ്റ്റ് പരമായിട്ടും പ്രോബ്ലം പരമായിട്ടും എല്ലാം കുറച്ചൊന്ന് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. ഈ എക്സാം നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.